വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കാടുമായിട്ടുള്ള ബന്ധം 63 വർഷമാണ്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മകനായി ജനിച്ചതിനാൽ കുട്ടിക്കാലത്തെ കാട്ടിൽ തന്നെ വളരാനുള്ള ഭാഗ്യം കിട്ടി. ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. റിപ്പോർട്ടിംഗ് എന്നുള്ള സാധനത്തിൽ നെഗറ്റീവ് മാത്രം വരേണ്ട കാര്യമില്ല, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവായ ഒരു ചിത്രം കാണിച്ചിട്ട് ഇന്നോട് ലോകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കത്തിക്കരിയുന്ന ദേഹവുമായി ഓടിയ പെൺകുട്ടിയുടെ പടം നിക്കൂട്ട് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിട്ട് അത് കാരണം ലോകത്ത് പിന്നെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. തുടർന്ന് യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പലപ്പോഴും നന്മയുടെ അംശം കാണിക്കുമ്പോഴാണ് അത് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്കാണ്. ഞാൻ പോയി സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നത്. 30-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ മാറ്റാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് അറിയാം. ഈ ചിത്രത്തിലുള്ള സ്ഥലം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ ഒരു കേരളമുണ്ട് എന്ന് കാണിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കാടിന്റെ ആവശ്യം എന്നുള്ളത് ആ ഒരു ബോധ്യം. ഇതൊരു വനംവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ 44 നദികൾ നമ്മുടെ മലമുകളിൽ നിന്നും, ഈ മലമുകളിൽ എല്ലായിടത്തും ഗ്രാസ് ലാൻഡ്സ് ആണ്. ഒരു 20 കൊല്ലം മുമ്പ് വരെ വനംവകുപ്പിന്റെ തന്നെ ബോധ്യം ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ പാഴായിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ്. അതുകൊണ്ട് അവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീടാണ് തിരിച്ചറിവ് വരുന്നത്. ഇത് ഇരവികുളം നാഷണൽ പാർക്കിലെ കോടാനുകോടി വരുന്ന ഈ ഗ്രാസിന്റെ ബ്ലേഡിലെ ഒരു ബ്ലേഡിന്റെ ക്ലോസപ്പ് ചിത്രമാണ്. ഒരു നെക്ലസ് പോലെ ഇരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ രാത്രിയിലും വീഴുന്ന മഞ്ഞിന്റെ കണങ്ങൾ അടുത്ത ദിവസം രാവിലെ ഈ പുല്ലിൽ തങ്ങി നിന്നിട്ട് ഇവിടെ ഉത്ഭവിക്കുന്നതാണ് നമ്മുടെ ഈ 44 നദികൾ. ഈ നദികളുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളൊരു കാടിന്റെ വാല്യൂ ഇടുമ്പോൾ, പണ്ട് കാലത്ത് ടിമ്പറാണ് വാല്യൂ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മളിടുന്ന വാല്യൂ, അതിന്റെ വാല്യൂ ആലോചിച്ച് നോക്കുക. ഒരു കുപ്പി മിനറൽ വാട്ടറിന് 20 രൂപ കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ടാപ്പ് തുറക്കുമ്പോഴെല്ലാം വരുന്ന വെള്ളത്തിന് തിരുവനന്തപുരം നഗരം മാത്രം കൊടുക്കേണ്ട വാല്യൂ എത്രയെന്ന് ഈ കാട് പറഞ്ഞു. അതുപോലെയാണ് ഓക്സിജൻ. ഓക്സിജന്റെ വില അറിയണമെങ്കിൽ ഒന്ന് കിംസിൽ ICU പോയി കിടന്നാൽ മതി. അവർ തരുന്ന ബില്ല് നോക്കുമ്പോൾ അറിയാം ഓക്സിജന്റെ വില. ഈ തരത്തില് നമുക്ക് എന്തുമാത്രം പ്രാധാന്യം ഈ പ്രകൃതി നമുക്ക് തരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ, കാരണം പ്രധാനമായിട്ടും ചർച്ചയാണ് പ്രധാനം, അതുകൊണ്ട് അതിലേക്ക് മാത്രം ഞാനിന്ന് പോവുകയാണ്. ഇത് മൂന്നാറിന്റെ ഒരു പഴയ ചിത്രമാണ്. നമ്മുടെ ചരിത്രം അറിഞ്ഞ് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഇന്നത്തെ നമ്മൾ റിപ്പോർട്ടിംഗ് വരുമ്പോഴും ഇതിലൊരു ചരിത്രമുണ്ട്. വെറും 100 കൊല്ലം മുമ്പ് നമ്മുടെ ഭൂമി എങ്ങനെയായിരുന്നു എന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം. എത്രമാത്രം ഓക്സിജൻ കാണും. കാരണം ഫോസിൽ ഫ്യൂൾസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എത്രമാത്രം ഓക്സിജൻ റിച്ച് ആയിരിക്കും നമ്മുടെ ഭൂമി. കഴിഞ്ഞ 100 കൊല്ലം കൊണ്ടുള്ള മാറ്റം. ഇത് മൂന്നാറിലെ തോട്ടമുണ്ടാക്കുകയും തോട്ടത്തോടൊപ്പം ആ തേയില പ്രൊഡ്യൂസ് കൊണ്ടുപോകാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് ഇട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ റെയിൽവേ എഞ്ചിനാണ് ആ കാണുന്ന മുറയിൽ. അവരുടെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇന്നും പോയാൽ, നമ്മുടെ ഹൈറേഞ്ച് ക്ലബിൽ പോയാൽ ഇതേ മുറി ഇതേപോലെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ഭീകരാവസ്ഥയുടെ ദുരന്തം അനുഭവിക്കുന്ന പ്രകൃതി ജീവികളാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് താടിക്കണ്ണൻ എന്നൊരു പേര് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അറിയാം. താടിക്കണ്ണൻ എന്ന് പറയുന്ന പെരിയാറിലുണ്ടായിരുന്ന ഒരു വാച്ചറാണ്. ഒരുപക്ഷെ ഏറ്റവും നല്ല വനംവകുപ്പ് വാച്ചർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി. പ്രിൻസ് ചാൾസ് 2017 കേരളത്തിൽ വന്നപ്പോൾ കാണാൻ ആഗ്രഹിച്ച 4 പേരിൽ ഒരാൾ താടിക്കണ്ണനായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാവാ സുരേഷ്, സൈലന്റ് വാലിയിലെ മാരി, പിന്നെ നമ്മുടെ കൂന്തകുളം പക്ഷി സഖ്യത്തിലെ പാൽപ്പാണ്ടി. ഈ 4 പേരെ പരിചയപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ചാൾസ് രാജകുമാരൻ കണ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. കണ്ണൻ, വൈ ഡു എലിഫൻസ് എൻക്രോച്ച് ഫാം ലാൻഡ്? ഞാനത് പരിഭാഷപ്പെടുത്തി കൊടുത്തു. കണ്ണൻ, എന്തുകൊണ്ടാണ് ആനകൾ തോട്ടത്തിൽ കയറുന്നത്? കണ്ണൻ ഒരു സെക്കൻഡ് പോലും മറുപടി പറയാൻ ആലോചിച്ചില്ല. ആന എവിടെയാണ് സാറേ തോട്ടത്തിൽ കയറുന്നത്? ആന പോകുന്ന വഴിക്ക് നമ്മൾ തോട്ടങ്ങൾ കൊണ്ടുവച്ച ആന പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഈ ഒരു
ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ ഇന്നത്തെ എല്ലാ കോൺഫ്ലിക്റ്റുകളെ കാണാൻ. നമ്മൾ എപ്പോഴും പറയും ഇത്ര മൃഗങ്ങൾ വന്ന് ഇത്ര മനുഷ്യരെ കൊന്നു എന്ന് പറയും. പക്ഷെ ഓരോ കൊല്ലവും നമ്മളെപ്പോലെ സാധാരണക്കാര് അറിഞ്ഞോ അറിയാതെയോ നശിപ്പിക്കുന്ന എത്ര ജീവികളുണ്ടെന്നുള്ളത് ഓർക്കാനും കൂടിയാണ് ഞാൻ ഈ സമയത്ത്. ഇത് നീൽഗിരി വൈറ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു പക്ഷിയുടെ കൂടാണ്. ഇത് കൂട് വെച്ചിരിക്കുന്ന എവിടെയെന്ന് അറിയാമോ? ആ ചെടി എന്നറിയാമോ? ഇത് തേയിലയാണ്. ഈ തേയിലത്തോട്ടത്തിനടിയിൽ അത്രയും ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിവൃത്തികേട് കൊണ്ട് ഒരു തേയിലത്തോട്ടത്തിൽ ഇത് കൂട് വയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ കൂടെ പെസ്റ്റിസൈഡ് അടിക്കുക, വീഡിസൈഡ് അടിക്കുന്നുണ്ട്. എത്ര ജീവികളാണ് നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇതിനടിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്നും കൂടെ ഓർക്കാനും കൂടിയാണ് ഞാൻ ഈ ചിത്രങ്ങൾ കാണിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ലോകം മൊത്തമുള്ള ദുരന്തമാണ്. ഈ ചിത്രം കാണുന്നത് ഇത് അന്റാർട്ടിക്കയാണ്. അവിടെയും ഉണ്ടായിരുന്നു നമ്മുടെ മനുഷ്യന്റെ എൻക്രോച്ച്മെന്റ്, മരം വെട്ട്, എക്സ്റ്റൻസീവ് ഫിഷിങ്, പലതരത്തിലുള്ള പ്രോബ്ലം. ഇതിനേക്കാളും ഏറ്റവും പ്രധാനം നമ്മൾ ഓരോരുത്തരും കൊല്ലുന്ന പോലെ കൂടി റോഡ് കിൽ എന്ന് പറയും. രാവിലെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളൊരു ഓത്തിന്റെ പുറത്തൂടെ കയറി പോകും. നമ്മൾ വണ്ടി നിർത്താറില്ല. ഓരോ വർഷവും 10,000 കണക്കിന് ചെറിയ ജീവികളെ നമ്മൾ നിസാരമായി കൊന്നുകളയാറുണ്ട്. അപ്പൊ ഇതിന് മറുവശത്താണ് നമ്മൾ പറയുന്നത് ഈ 23 മനുഷ്യരെ വന്യമൃഗങ്ങൾ കൊന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4,000-6,000 മനുഷ്യർ ഓരോ വർഷവും റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒന്നും നമ്മൾ കാണിക്കാറില്ല. ഇതൊരു പക്ഷേ ഒരു എക്സാജറേഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മളിന്ന് ചർച്ചയിലൂടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളുടെ കുറച്ച് ചിത്രം. ഇലക്ട്രിക് ലൈൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് നമ്മൾ നോക്കിക്കോളൂ. ഈ കാണുന്ന ഓരോ ചിത്രവും നമുക്കറിയാം. നമ്മൾ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ. ഇത് മൂന്നാർ ടൗണിന്റെ അടുത്തുള്ള മൂന്നാറിന്റെ വേസ്റ്റ് കുറച്ചു കാലം മുമ്പ് കളഞ്ഞിരുന്നൊരു ചിത്രമാണ്. ഇതും 2004 ഒരുപക്ഷെ അവസാനമായി വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ വന്ന ഒരു വലിയ വേട്ടയുടെ, ഒരു ആനവേട്ടയുടെ ചിത്രമാണ്. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇതൊക്കെ ഞാൻ പാസ് ചെയ്തു പോവാണ്, കാരണം ഡിസ്കഷനിലാണ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്നുള്ളത്. ഈ ടോപ്പിക്കുകൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ഓർക്കണം. ഏറ്റവും വലിയ ഒരു കോൺഫ്ലിക്റ്റ് പറയുന്നത് സാധാരണഗതിയിൽ മാൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആനകൾ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്? ഏറ്റവും പുവറായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഒരു മൃഗമാണ് ആന. 18 മണിക്കൂറോളം അതിന് ഭക്ഷണം തേടണം. കാട്ടിൽ ഭക്ഷണം അവിടെ നിരത്തി വെച്ചിരിക്കുകയല്ല, പല സ്ഥലത്തായിട്ട് നടന്ന്. അത് മിക്കവാറും ഇതിനൊക്കെ വേണ്ടത് പുല്ലാണ്, ഗ്രാസ്. മരത്തിൽ നിന്ന് ആനയ്ക്കൊന്നും കിട്ടില്ല, മറ്റു മൃഗങ്ങൾക്കൊന്നും കിട്ടില്ല. തറയിലുള്ള പുല്ലുണ്ടെങ്കിലേ മൃഗങ്ങൾക്ക്, എസ്പെഷ്യലി ഹെർബിവോസിന് ഭക്ഷണമുള്ളൂ. പക്ഷെ ആ പുല്ലുകൾ ഇല്ലാതായാൽ, അവിടെ ഇൻവേസീവ് സ്പീഷീസ് വന്നാൽ, സെന്ന പോലത്തെ ചെടികൾ വന്നാലോ കാട്ടുതീ വന്നാലോ, ഇതൊന്നും കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അളവ് 142 അടിയായി സുപ്രീം കോടതി തീരുമാനിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ കുറേ മൃഗങ്ങളെ പട്ടിണിക്കിടും. പെരിയാറ് പോയിട്ടുള്ളവർക്കറിയാം, ഈ വെള്ളം കുറഞ്ഞ് 110 അടിയാകുമ്പോൾ ഒരുപാട് തുരുത്തുകൾ ഫോം ചെയ്യും. ഈ തുരുത്തുകളിലാണ് ഏറ്റവും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള പുല്ല് വരുന്നത്. അതിന്റെ ഭക്ഷണം ഇല്ലാതായി പോകും. അപ്പൊ കാട്ടിൽ ഭക്ഷണം ഇല്ലാതാകുമ്പോൾ ഈ മൃഗങ്ങൾ പലതും പുറത്തേക്ക് ഇറങ്ങും. പുറത്തിറങ്ങുമ്പോൾ കാണുന്നതാണ് നമ്മളൊരു ബഫേ കൗണ്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കരിമ്പിൻ തോട്ടം, നെൽകൃഷി, ബഫേ കൗണ്ടറാണ്. 18 മണിക്കൂർ അവിടെ തിരയുന്നതിന് പകരം ഒരു ഒറ്റ സ്ഥലത്ത് 1 ഏക്കറിൽ അതിന് വേണ്ട എല്ലാ ഭക്ഷണവും നമ്മൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും വൺ സൊല്യൂഷൻ ഫോർ ഓൾ ഇല്ല. ഓരോ സ്ഥലത്തുമുള്ള പ്രശ്നങ്ങൾക്ക് അതാത് സ്ഥലത്ത് വേണ്ട പുതിയ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പണി. അതിൽ ഈ പരിഹാരം എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പാലക്കാട് എല്ലാ കൊല്ലവും ഒരു 4-5 ആന തീവണ്ടി കൂട്ടി മരിക്കാറുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ ചെയ്യുന്ന ക്രൂരത, മനുഷ്യന്റെ ക്രൂരത പലപ്പോഴും ചെയ്യുന്നത് വയനാട്ടിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആന തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ടയറ് കത്തിച്ചെറിയും. ഈ കത്തി വരുന്ന ഈ ടയറ് ഉരുകി വന്ന് ആനയുടെ ദേഹത്ത് പിടിക്കും. അത് വേദന കൊണ്ട് പൊളഞ്ഞു ഓടും. അങ്ങനെ ഒരു ആന അടുത്ത ദിവസം ഒരു മനുഷ്യനെ കണ്ടാൽ അത് കൊല്ലുമോ, അത് സ്നേഹത്തോടെ നിൽക്കുമോ? അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ
റിസൾട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെ ഒരു മൃഗങ്ങൾ ക്രൂരമാണെന്നും മനുഷ്യർ നല്ലതാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടിൽ മാത്രം കണ്ടാൽ പോരാ. അവർ ഗതികേട് കൊണ്ട് നാട്ടിലിറങ്ങുന്നതാണ്. അല്ലെങ്കിൽ ഒരു മൃഗത്തിനും മനുഷ്യന് ഇഷ്ടമല്ല, അത് ഒഴിഞ്ഞു പോകാനേ ശ്രമിക്കുള്ളൂ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എക്സ്റ്റിങ്ഷൻ്റെ ഒരു കഥ മാത്രം പറഞ്ഞിട്ട്, മൃഗങ്ങളെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. സായിപ്പിന്റെ ഫാമിങ്ങിന് ഏറ്റവും വലിയ ശത്രുവായിട്ട് സായിപ്പ് കണ്ടത് ഉൾഫിനെയാണ്. കാരണം അമേരിക്കയിലുള്ള ഏറ്റവും വലിയ പ്രൊഡേറ്റർ ഉൾഫിന്റെ പാക്ക് ഓഫ് ഉൾസാണ്. എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നു യെല്ലോസ്റ്റോണിൽ. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് വെറും 30 കൊല്ലം കൊണ്ട് യെല്ലോസ്റ്റോൺ ഒരു മരുഭൂമിയായിട്ട് മാറി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഡേറ്റർ ഇല്ലെങ്കിൽ പ്രേ ബേസ് കൂടും. അവിടെ ഉണ്ടായിരുന്ന മാനുകൾ, എൽക്കുകൾ, പ്രോങ് ഹോൺ ആന്റിലോപ്പ്, ബൈസൺ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും അതിന് എതിരാളികളില്ലാത്തതിനാൽ പെരുകി വലിയ കൂട്ടമായി. ഇവരെന്ത് ചെയ്യും? ഒരു വിത്ത് തറയിൽ വീണ് മുളയ്ക്കുന്ന നിമിഷം അത് തിന്നു തീർക്കും. ഒരു ചെടി പോലെ രണ്ടാമത് റീജനറേറ്റ് ചെയ്യാതായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് അവർ തന്നെ രണ്ടാമത് കാനഡയിൽ നിന്നും ഒരു 14 ഉൾഫുകളുടെ ഒരു പാക്കിനെ യെല്ലോസ്റ്റോണിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. 20 കൊല്ലം കൊണ്ട് യെല്ലോസ്റ്റോൺ തിരിച്ചു വന്നു. അപ്പോൾ ഒരു മൃഗത്തിനെ നമ്മൾ നശിപ്പിക്കാമെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ദുരന്തം നമ്മൾ വിചാരിച്ചാൽ തീരുന്നതല്ല. കാരണം ഇതൊരു ചെയിനാണ്. ഈ ചെയിനിന്റെ ഏത് കണ്ണി നമ്മൾ മുറിച്ചാലും അതൊരു ദുരന്തമായി മാറും. അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഒരുപാട് ഞാൻ സാധാരണ ക്ലാസ് ഇത് എടുക്കുമ്പോൾ എനിക്ക് 2-3 മണിക്കൂർ വേണം. ഇന്ന് അതിനേക്കാളും പ്രധാനം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഞാൻ അധികം ചിത്രങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഓർക്കുക, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ്. എൻ്റെ മക്കൾക്ക് കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിടുക്കനാണ്. എൻ്റെ ചെറുമക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നവനാണെങ്കിൽ ഞാൻ വളരെ ഉത്തരവാദപ്പെട്ട ഒരുത്തനാണ്. 10 തലമുറയ്ക്ക് അപ്പുറം സംസാരിക്കുന്നെങ്കിൽ ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ്. താങ്ക് യു. വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.